ഞാൻ വീണ്ടും ഒരു പരാതിപ്പെട്ടി കൊണ്ടാണ് വന്നേക്കുന്നത്. എനിക്കൊന്ന് പരാതി കേട്ട് കേട്ട് നിങ്ങൾ തന്നെ മടുത്തും തോന്നുന്നു. ഒന്നുമില്ല, ഞാനിതൊക്കെ വെറുതെ വിട്ട് പോട്ടെ, ആരൊക്കെയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഫേക്ക് അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം വിട്ടതായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മാറി അവർ വേറെ തന്ത്രമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആരുടെയൊക്കെ എടുത്തു പോയിട്ട് എൻ്റെ അക്കൗണ്ട് കാണിച്ചിട്ട് ഞാൻ എന്താ പറയുക 7 ലക്ഷം രൂപയൊക്കെ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുതിയ കാര്യങ്ങൾ വന്നേക്കുന്നത്. അറിയത്തില്ല എന്താണ് സംഭവം എന്നൊന്നും. പിന്നെ ഈ ഷോർട്സ് ഇടണമെന്ന് വിചാരിക്കുന്നത് നിങ്ങളാരും വെറുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ ഞാൻ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുമല്ല. പക്ഷേ ആരോ ഇൻറ്റൻഷനലി എന്നെ നാണം കെടുത്താൻ വേണ്ടി തന്നെ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഏതെങ്കിലും ഒരു അക്കൗണ്ട് കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിനകത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പോഴേ എന്നെ ബ്ലോക്ക് ചെയ്യും. പക്ഷേ എൻ്റെ അക്കൗണ്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സിന്, മീൻസ് എന്നെ പേഴ്സണലി അറിയാത്ത ഫ്രണ്ട്സിനെല്ലാം മെസ്സേജ് അയച്ചിട്ട് എനിക്ക് അഞ്ജലിയെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. അഞ്ജലി എൻ്റെ 7 ലക്ഷം രൂപ വാങ്ങിച്ചു. ഇംഗ്ലീഷിലാണ് കേട്ടോ. പേരൊക്കെ കേട്ട് കഴിഞ്ഞെന്തോ ചിത്ര മൽഹോത്രയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആകെ 10-20 ഫ്രണ്ട്സ് ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് മെസ്സേജ് പോകുന്നത്. സംഭവം ഇത്ര നിസ്സാരവൽക്കരിച്ച് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ സൈബർ സെല്ലും പോലീസുകാരും എല്ലാം വളരെ എന്താ പറയുക നിസ്സഹായരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. ഞാൻ 1 വർഷമായി കംപ്ലയിൻറ്റ് കൊടുത്തിട്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഇപ്പോൾ എന്തെങ്കിലും ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അഞ്ജലി കൃഷ്ണ എന്ന് പറഞ്ഞ പേരിൽ അക്കൗണ്ടിൽ നിങ്ങൾ ഇട്ടിട്ടാണ് ഈ പ്രശ്നം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതിനുള്ള സൊല്യൂഷൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടെത്തി തരും. പക്ഷേ അതല്ലാത്ത പക്ഷം വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിൽ നിങ്ങൾ പൈസ ഇട്ടിട്ടുണ്ടെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള ആർഗ്യുമെൻറ്റ്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിലൊരിക്കലും എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഞാനൊരിക്കലും ഇൻവോൾവ് ആവില്ല. കാരണം വേറെ ആരെങ്കിലും പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്കതിൽ ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്രയൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വേണമെങ്കിൽ എന്നത്തെയും പോലെ തന്നെ ഞാൻ കുറച്ച് ലിങ്കുകളും കുറച്ച് സ്ക്രീൻഷോട്ടുകളും ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഇട്ടേക്കാം. ഒന്ന് കണ്ടു നോക്കോളൂ. സമയം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഇല്ലാത്തവർക്ക് എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻസോ അല്ലെന്നുണ്ടെങ്കിൽ മെസ്സേജസോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം വിത്ത് പ്രൂഫ്. ആരുടെയെങ്കിലും പണം പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ്, വിത്ത് ട്രാൻസാക്ഷൻ ID എനിക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിൽ ലീഗലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്ക് വന്ന് വെറുതെ പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അതിനുള്ള പ്രൂഫ് നമുക്ക് വേണം. ഇപ്പോൾ സൈബർ സെല്ലിൽ പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും വെറുതെ ഒരാൾ വന്നിട്ട് എനിക്ക് പൈസ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ അതിനുള്ള പ്രൂഫായിട്ട് വന്നോളൂ. ഞാൻ അതിനുള്ള ലീഗലി ഉള്ള സപ്പോർട്ടുള്ള നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ നിൽക്കും. ഈവൻ നിങ്ങളുടെ ഐഡൻറ്റിറ്റി പുറത്ത് പോകാണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെയുള്ള പേടിയും പ്രശ്നങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവസി കൺസേൺസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈവൻ എൻ്റെ പ്രൈവസി ഡിസ്ക്ലോസ് ആയി അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൈവസിയിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായെങ്കിലും മറ്റുള്ളവരുടെ പ്രൈവസിയിൽ ഞാൻ അത്രയും മാനിക്കുന്നുണ്ട്. സോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും എൻ്റെ പേരിൽ എൻ്റെ ഫേക്ക് IDസിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടും കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പം അത്രയും ബൈ.